ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പാർട്ട് 3 കണ്ടാലോ? 9th മന്ത് ചെക്കപ്പിന് പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല ഡോക്ടറെ പറ്റി. ഡോക്ടർ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടേ നമ്മളോട് സംസാരിക്കുള്ളൂ എന്ന്. എൻ്റെ ഡെലിവറി കഴിയുന്ന വരെ ഞാൻ ഡോക്ടറെ മുഖത്ത് ചിരി മാഞ്ഞത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. വേദന താങ്ങാൻ കഴിയാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സി സെക്ഷൻ മതിയെന്ന്. പിന്നെയും ഡോക്ടറുടെയും വീട്ടുകാരുടെ ഒക്കെ ഒറ്റ നിർബന്ധം കൊണ്ടാട്ടോ നോർമൽ ഡെലിവറി തന്നെ ആക്കിയത്. അതുപോലെ എടുത്തു പറയുന്നത് സിസ്റ്റർമാരാട്ടോ. ഒരു അടിപൊളിയായിരുന്നു. ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ഓടിപ്പാഞ്ഞു വരുമായിരുന്നു. പെയിൻ സ്റ്റാർട്ടായപ്പോഴേ ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിന് എന്തായാലും കിച്ചൺ തന്നെ കൊടുക്കണം, അതായത് ഉമേഷേട്ടൻ്റെ തന്നെ കൊടുക്കണം എന്ന് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടുകാരും ഉമേഷേട്ടനും മാത്രമായിരുന്നു. കുറേ സങ്കടപ്പെടേണ്ട നിമിഷങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നത് ഉമേഷേട്ടനും പിന്നെ എൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ മാരേജ് ഞാൻ എടുത്തു ചാടി ചെയ്തതാണെങ്കിലും ഇച്ചനെ പോലത്തെ ഒരു ഹസ്ബൻഡിനും ഒരു ബോയ് ബേബീനെ എനിക്ക് കിട്ടിയില്ലേ. മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ ബോധേഡാവുന്നുമില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് കിട്ടിയെന്തായാലും ബോയ് ബേബി ആട്ടോ. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. കുഞ്ഞാവനും ഉമേഷേട്ടൻ വാങ്ങി കയ്യിൽ വെച്ചത് കണ്ടപ്പോൾ, അതുപോലെ അമ്മേൻ്റെ കയ്യിൽ കണ്ടപ്പോഴും, അത്രയും നാളും വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നും പറയുമ്പോൾ ചവിട്ടിക്കൊണ്ടിരുന്ന ആൾ കയ്യിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്നുള്ള ലോകത്തിലേക്ക് ഒരാളും കൂടി വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ കൂടിക്കോ.